ഈ ഗൽത്തി കാ ഇസാല എന്ന ഗ്രന്ഥത്തിൽ 18ാമത്തെ വോള്യം റുഹാനി ഖസായിന് 209ാമത്തെ പേജ്. ഇതിനടുത്ത് 210ാമത്തെ പേജിൽ നിന്നാണ് നമ്മൾ എപ്പോഴും വായിക്കാറുള്ള വാചകം. ഞാൻ എവിടെയൊക്കെ നുബുവത്ത് നിഷേധിച്ചു എന്ന് പറഞ്ഞില്ലേ, ജിസ് ജഗ, അതിന് തൊട്ട് മുമ്പുള്ള പേജാണിത്. അതിൽ ഞാൻ അടയാളപ്പെടുത്തിയ ഭാഗം നോക്കുക. ഇസ് ലിഹാസെ സഹി മുസ്ലിമെ ഭി മസീഹ് മൗദ് ക നാം നബി റക്ക. സഹി മുസ്ലിമിലും വരാനിരിക്കുന്ന മസീഹിനെ നബിയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ഭാഗം പറഞ്ഞ ശേഷം പറയാണ്, अगर खुदा ताला से गैब की खबरें पाने वाला नबी का नाम नहीं रखता तो फिर बतलाओ किस नाम से उसको पुकारा जाए. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് മറഞ്ഞ ഗൈബായിട്ടുള്ള കാര്യങ്ങൾ കരസ്ഥമാക്കുന്ന വ്യക്തിയെ നബി എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പേരാണ് അദ്ദേഹത്തെ വിളിക്കുക? അഗർ കഹോ ഉസ്കാ നാം മുഹദ്ദസ് റഖ്നാ ചാഹിയെ. ഇനി അഥവാ അദ്ദേഹത്തിൻ്റെ പേര് മുഹദ്ദസ് എന്നാണ് വെക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ तो मैं कहता हूँ, അപ്പം ഞാൻ പറയുന്നു, തഹദീസ് के माने किसी लुगत की किताब में इजहार गैब नहीं है. തഹദീസ് എന്ന പദത്തിന് ഒരൊറ്റ ലുഗത്തിൻ്റെ പുസ്തകത്തിലും ഗൈബ് വെളിവാക്കുക എന്ന അർത്ഥം അതിനില്ല. മഗർ നുബുവത്ത് के माने ഇദ്ഹാർ അമ്ര ഗൈബ് है. എന്നാൽ നുബുവത്ത് എന്ന പദം ഗൈബായിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമാക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. और നബി एक लफ्ज़ है. നബി എന്നൊരു പദമാണ് जो अरबी और इब्रानी में मुश्तरिक है. അറബിയിലും ഇബ്രാനിയിലും അത് ഒരുപോലെ ഉപയോഗിക്കുന്ന പദമാണ്. यानी इब्रानी में इस लफ्ज़ को नाबी कहते हैं. ഇബ്രാനിയിൽ നബി എന്ന് പറയും. और ये लफ्ज़ नाबा से मुश्तक है. നാബ എന്ന പദത്തിന് എടുക്കപ്പെട്ട പദമാണിത്. ജിസ്കെ മാനെ ഹെ, അതിൻ്റെ അർത്ഥമാണ് ഖുദാ സെ ഖബർ പാക്കർ പേഷ്ഗോയി കർന. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് വിവരം കരസ്ഥമാക്കിക്കൊണ്ട് അത് പ്രവചന രൂപത്തിൽ പറയുക. और നബി के लिए शारी होना शर्त नहीं. എന്നാൽ നബിക്ക് ശരീഅത്തോടുകൂടി വരിക എന്ന വ്യവസ്ഥയില്ല എന്ന്. അപ്പോൾ അവിടെ അദ്ദേഹം എന്താണോ തിരുത്തി എന്ന് നിങ്ങൾ പറയുന്നത്, ആ തിരുത്തലിൻ്റെ വ്യക്തമായ രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന് നുബുവത്ത് വാദം ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നബിയാണ്, എങ്ങനെ നബിയാണ്, എങ്ങനെ നബിയല്ല എന്നുള്ളത്. അതെല്ലാം വായിച്ചു പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. പക്ഷെ നിങ്ങൾ ഉദ്ധരണി കൊണ്ടുവന്നാൽ അതിൻ്റെ വാസ്തവം വിശദീകരിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതമാണ്. ഏതായാലും ചുരുക്കി ഞാൻ ആ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പോസ്റ്റ് രൂപത്തിൽ എവിടേക്കാണ് അദ്ദേഹം നബി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള വീണ്ടും കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ ഞാൻ ഒരു ടെക്സ്റ്റ് രൂപത്തിൽ പോസ്റ്റ് ചെയ്യാണ്. അത് വായിക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ പേജ് എടുത്ത് വന്ന് പോസ്റ്റ് ചെയ്ത് ചർച്ചയ്ക്ക് വന്നോളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൽ എന്താ എഴുതിയിരിക്കുന്നത് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു തരുന്നതായി.